ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പം നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണേ ആമസോൺ ബേസിക്സിൻ്റെ ഒരു 16 വാട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണേ. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റിൻ്റെ ബോട്ട്സ്. ഈ ബോട്ട്സ് അത്യാവശ്യം ഒരു മീഡിയം ആവറേജ് ബോട്ട്സ് എന്നാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അതിന് മാത്രം പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം ആമസോണിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഞാൻ വർക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിന് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കർ പോലെയല്ല, പറയുന്ന ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വർക്ക് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് സൗണ്ട്, ബാറ്ററി ബാക്കപ്പ്, അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി, ആ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഓട്സ് കേബിൾ, അത് നീളം കുറഞ്ഞ കേബിളാണ്. അത്യാവശ്യം ഫോണൊക്കെ കണക്ട് ചെയ്യാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മെയിനായിട്ട് വരുന്ന സാധനം എന്ന് വെച്ചാൽ USB-C ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ. അതാണ് മെയിൻ ഹൈലൈറ്റ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറിലും നോർമൽ മൈക്രോ USB ആണ്, പിന്നെ ഇതിൽ C ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു വളരെ നല്ല കാര്യമാണ്. നമുക്ക് പവർ ബാങ്കിലും പുതിയ എല്ലാ ഡിവൈസിനും കണക്ട് ചെയ്യാം, ഫോണിൻ്റെ ചാർജ് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ്. അപ്പം നമ്മുടെ മെയിൻ പ്രോഡക്റ്റിൽ തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുണ്ട്. അത്യാവശ്യം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കണക്ടിവിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് തന്നെ. അത് ഡിസ്കണക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്, USB വരുന്നുണ്ട്, ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്. ഇത്ര സാധനമാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെയുണ്ട്. HDMI പോലത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു സൗണ്ട് ബാറിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇതിൻ്റെ വില തന്നെ 1000 രൂപയേ ഉള്ളൂ. 1000 രൂപയും കണ്ടാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പം ആ വിലയ്ക്ക് ഒരിക്കലും നിങ്ങളത് പ്രതീക്ഷിക്കരുത്. അതുപോലെ ഇതിൻ്റെ അകത്തൊരു മെറ്റലിൻ്റെ തന്നെ ഒരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത്. പ്ലാസ്റ്റിക് അല്ല, മെറ്റൽ ഗ്രില്ല് തന്നെയാണ്, നല്ല ഗ്രില്ലാണ്. അതുപോലെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നിലത്ത് ഫ്ലോറിൽ വയ്ക്കാൻ വേണ്ടി. അത് തെന്നിപ്പൊത്തുന്നില്ല, നല്ല ഹൈറ്റുള്ളൊരു ബുഷാട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ബേസ് റീഫ്ലക്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ബേസ് റിഫ്ലക്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അത്യാവശ്യം നമുക്ക് ബേസ് കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സബ് വൂഫറൊന്നുമില്ല. ഈ ബേസ് റീഫ്ലക്സ് വഴിയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ബേസ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ സൗണ്ട് ബാറിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് സ്വിച്ചുകളുണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റുള്ള സൗണ്ട് ബാറേക്കാളും ഇല്ലാത്തൊരു സ്വിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് EQ മോഡുണ്ട്. നമുക്ക് ബേസ് കൂട്ടി അതുപോലെ സൗണ്ടിൻ്റെ പല ഫ്രീക്വൻസിയിൽ നമുക്ക് സോങ് കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്, നന്നായിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള RGB ലൈറ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയാം. അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. ഒരു ഈഗിളിൻ്റെ ഐ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററി വരുന്നത് 2000 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയാണ്. അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കുന്ന ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മ്യൂസിക് ക്വാളിറ്റി എന്തുകൊണ്ടെന്ന് ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഫുൾ വീഡിയോ ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇയർഫോൺ വെച്ച് മാക്സിമം കേൾക്കാൻ ശ്രമിക്കും. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു മ്യൂസിക് ക്വാളിറ്റി എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എബോവ് ആവറേജ് സൗണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ വിലയിൽ മികച്ച സൗണ്ട് തന്നെയെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 8 വാട്ടിൻ്റെ 2 സ്പീക്കറാണ് യൂസ് ചെയ്തേക്കുന്നത്. 8 വാട്ടിൻ്റെ 2 സ്പീക്കർ. അപ്പം ടോട്ടൽ 16 വാട്ടാണ് ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഫുൾ ഓളിയത്തിനൊന്നും വെച്ചാൽ ഒരുപാട് ബാറ്ററി ബാക്കപ്പ് കിട്ടത്തില്ല. പക്ഷേ മീഡിയം സൗണ്ടിൽ വെച്ച് നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും കിട്ടും. അതുപോലെ നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും. അത്യാവശ്യം ഒരു 2 ഇഞ്ച് സൈസ് വരുന്ന ഒരു 2 സ്പീക്കറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. മികച്ച സ്പീക്കർ എന്ന് തന്നെ പറയാം ഈ വിലയിൽ. അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണോ എന്നറിയില്ല. ഇടയ്ക്ക് അവൈലബിലിറ്റി കാണിക്കാറുണ്ട്, ചില സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. Yeah, I'm about to fade away. Cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way.